ഹായ് ഹലോ നമസ്കാരം. സജീന വ്ളോഗ്സിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പതിവ് പോലെ തന്നെ എൻ്റെ ഈ വീഡിയോയും ഈ ചാനലും ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. അതല്ല ഫേസ്ബുക്ക് പേജിലാണ് കാണുന്നതെങ്കിൽ ആ പേജ് ഒന്ന് ഫോളോ ചെയ്തേക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യാൻ മറക്കരുത്. ഓക്കെ, അപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് ഞാനൊരു ഡൗട്ട് ചോദിച്ചോട്ടെ. ഞാൻ ഈ വീഡിയോ ഇടുന്നതും എൻ്റെ ഈ സംസാരം നിങ്ങൾക്ക് ഒരു ഇറിറ്റേഷനായിട്ട് വല്ലതും തോന്നുന്നുണ്ടോ? 2-3 കമൻറ്റ് വന്നായിരുന്നു, എന്തോ ഭയങ്കര ഇറിറ്റേഷനാണെന്ന് എൻ്റെ ഈ സംസാരം കേൾക്കാൻ. ഭയങ്കരമായിട്ട് അലപ്പ് കണക്കാണ് ഞാൻ പറയുന്നത്. അങ്ങനെ എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ നെഗറ്റീവുകൾ അവിടെ കിടന്ന് പറഞ്ഞോട്ടെ, എനിക്കത് പ്രശ്നമല്ല. എൻ്റെ ഫ്രണ്ട്സ് നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻ പറയാനുണ്ടെങ്കിൽ അത് കമൻറ്റുകളായിട്ട് എൻ്റെ കമൻറ്റ് ബോക്സിൽ പറയണം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ അത് റിയാക്ഷൻ വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നതെന്ന് അറിയാമല്ലോ. ഈ വീഡിയോ ഞാൻ കണ്ടിട്ട് ഒത്തിരി ദിവസമായി, ഒരുപാട് ദിവസമായി കണ്ടിട്ട് മൈൻഡ് ചെയ്യാതെ കളഞ്ഞിട്ട് പോയ വീഡിയോ ആണ്. ഇന്നിപ്പോൾ റിയാക്ഷൻ കൊടുക്കേണ്ട ആവശ്യമില്ല എന്ന് കരുതിയതാണ്. പക്ഷെ അതല്ല, ഓരോ പ്രാവശ്യം ഓരോന്നിങ്ങനെ നോക്കുന്നതനുസരിച്ച് ഓരോരോ വീഡിയോകൾ അത് തന്നെ വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അതിന് എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു റിയാക്ഷനും പറയണം തോന്നിയിട്ടാണ് ഞാനിപ്പോൾ ഈ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നത്. അത് വേറെ ആരുമല്ല, സുധിച്ചേട്ടൻ്റെ ഡൂപ്പ് ആണെന്ന് അവകാശപ്പെടുന്ന രതീഷ് എന്ന് പറയുന്ന ഒരു കോർഡിനേറ്റർ, അയാളെ കുറിച്ചിട്ടൊക്കെ ഉള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ എന്തായാലും ഞാൻ ഒരു ചെറിയൊരു ഭാഗം ഞാൻ ഇവിടെ കൊടുക്കാം, ഒന്ന് കണ്ടുനോക്കാം. പറഞ്ഞു ചേട്ടൻ്റെ ഫോട്ടോ കാണാൻ ഇഷ്ടമില്ല, ചേട്ടൻ്റെ കാര്യങ്ങൾ ഓർക്കാൻ ഇഷ്ടമില്ല, ഓർക്കൽ അവർക്ക് ഇറിറ്റേഷനാണ് എന്നൊക്കെ പറഞ്ഞ ആൾ പിറ്റേ ദിവസം വേറൊരു മീഡിയയിൽ ഫ്രണ്ടിൽ താഴെ പറയാണ് സുധിയേട്ടൻ വലുതാണ് എന്നൊക്കെ കുറേ കാര്യങ്ങൾ പറയാണ്. ദൈവം. അപ്പം ഞാൻ നേരെ താഴെ എഴുതിയിട്ടുണ്ട് മൊത്തം കളവായിരിക്കും, മൊത്തം സുധിയേട്ടൻ്റെ കാര്യം അറിയാമെന്ന് പറഞ്ഞു. കണ്ടല്ലോ, കേട്ടല്ലോ. ഇയാൾ പറയുന്നത് സുധിച്ചേട്ടൻ മരിച്ചതിന് ശേഷം സുധിച്ചേട്ടനെ രേണുവിൻ്റെ ആയിട്ടുള്ളൊരു ഫോട്ടോ ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ട് കൊടുത്തെന്ന്, അതായത് ഫ്രെയിം ചെയ്ത് കൊണ്ട് കൊടുത്തെന്ന്. അത് കണ്ടപ്പോൾ രേണുസുധി പറഞ്ഞെന്ന് അവൾക്ക് ഈ ഫോട്ടോ കാണുന്നത് ഇഷ്ടമല്ല, ഭയങ്കര ഇറിറ്റേഷനാണെന്ന്. പക്ഷേ അവൾ പറഞ്ഞ അത് ഏതർത്ഥത്തിലാണ് എന്ന് ഇവരാരും പോസിറ്റീവ് വശങ്ങളൊന്നും ചിന്തിക്കുന്നില്ല. എല്ലാവരും എന്ത് കാര്യത്തിനായാലും നെഗറ്റീവ് അല്ലാതെ പോസിറ്റീവ് എന്ന് പറയുന്ന ഒരു സംഗതി ഇവരാരും കാണുന്നില്ല. ഇപ്പം നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഭർത്താവായാലും വേറെ ആരായാലും മരണപ്പെട്ട് കഴിഞ്ഞു അവരുടെ ഫോട്ടോ കാണുമ്പോൾ നമുക്ക് ദുഃഖം ഇരട്ടിക്കത്തതേ ഉള്ളൂ. അത് സ്വാഭാവികമായിട്ടും ആത്മാർത്ഥത്തോടെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ ലൈഫിൽ നിന്ന് വിട്ടു പോകുന്നതെങ്കിൽ അവരുടെ ഫോട്ടോകൾ കാണുമ്പോഴും അവരുടെ മെമ്മറി വരുന്നത് നമുക്ക് തീരാത്ത വേദന തന്നെയാണ്. ആ ഒരു റിയാക്ഷനിലാണ് രേണുസുധി അങ്ങനെ പറഞ്ഞത്. കാരണം ഈ ഫോട്ടോ ഇവിടെ കൊണ്ടിരിക്കുന്നത് എനിക്ക് കാണേണ്ട സുധിയേട്ടൻ എന്നുള്ള അർത്ഥത്തിലാണ് പറഞ്ഞത്. അപ്പോൾ അതുടനെ അവൻ വളച്ചൊടിച്ചിട്ട് ഇറിറ്റേഷനാണെന്ന്, ഇത് കാണുന്നത് എനിക്ക് ഇറിറ്റേഷനാണ്, അത്രയ്ക്ക് വലിയ താല്പര്യമൊന്നും ഇല്ലായിരുന്നു എന്നൊക്കെയാണ് ഇയാളുടെ വാദം. അപ്പോൾ അയാളുടെ അടുത്ത് പറയുകയാണിത്, ആത്മാർത്ഥമായിട്ട് ഒരാളെ നമ്മൾ സ്നേഹിച്ച് അയാളൊപ്പം കഴിയുമ്പോൾ അയാൾ നമുക്ക് പെട്ടെന്നുള്ളൊരു വേർപാട് വന്നു കഴിഞ്ഞാൽ ആ മെമ്മറി അത് ഏത് തരത്തിലുള്ളതാണെങ്കിലും നമുക്ക് ഭയങ്കരമായിട്ട് മാനസികമായിട്ട് വിഷമവും ഫീലും ഉണ്ടാക്കുന്ന സംഗതി തന്നെയാണ്. ആ ഒരു അർത്ഥത്തിലാണ് രേണുസുധി അങ്ങനെ പറഞ്ഞത്. അപ്പോൾ അതിനകത്ത് വേറൊരു അർത്ഥം എടുത്തിട്ട് ഒടിച്ചു മടക്കി വളച്ചൊടിച്ച് കൊണ്ടുവരണ്ട. ഓക്കെ, ഇനി അടുത്ത വീഡിയോ. ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്യുന്ന ഓരോ വീഡിയോസ് സുധിയേട്ടൻ മരിച്ച ഇടയ്ക്കെല്ലാം ചെയ്യുന്ന ഒരു വീഡിയോ മരിച്ച 2-3 മാസം. ഓക്കെ, അപ്പം ഞാനിങ്ങനെ ചെയ്യാൻ പാടില്ല, ഹസ്ബൻഡ് മരിച്ചതല്ലേ, നമുക്ക് പുറത്തൊരാൾ അറിഞ്ഞാൽ അതൊരു മോശമല്ലേ, അത് ഞാൻ അങ്ങനെ ചെയ്ത് എൻ്റെ ഇഷ്ടമാണ്, ഞാൻ എൻ്റെ ഇഷ്ടം പോലെ ചെയ്യും. അങ്ങനെ സുധിയേട്ടൻ മരിച്ചതെന്നുള്ളൊരു ഇത് ഇല്ലാത്ത ഒരാളാണ്. ഇപ്പം പറയുന്നത് സുധിയേട്ടൻ മതി ഇങ്ങനെ പറഞ്ഞാൽ സുധിച്ചേട്ടൻ മരിച്ചെന്ന് വിചാരിച്ച് അവൾക്ക് ഇഷ്ടമുള്ളത് അവൾക്ക് ചെയ്തുകൂടെ? അത് ചെയ്യരുത് ഇത് ചെയ്യരുതെന്ന് പറയാൻ താങ്കൾക്ക് എന്താണ് അവകാശം? താങ്കൾ അദ്ദേഹത്തിൻ്റെ ഡൂപ്പ് മാത്രമാണ്, അദ്ദേഹം അല്ല. ഓക്കെ, അതോ ആ പേരും പറഞ്ഞ് ആ സ്ഥാനത്ത് കയറി ഇരിക്കാനുള്ള വല്ല പ്ലാനിങ്ങും ഉണ്ടായിരുന്നു? അദ്ദേഹം വഴിയെ പറഞ്ഞു തരാം. ഓക്കെ, അടുത്ത വീഡിയോ കണ്ടു നോക്കാം. റേണു മുമ്പ് ഈ റേണു വരുന്ന മുമ്പേ ഞാൻ ഒരു പരിചയ സമയത്ത് റേണു ഒരു വീഡിയോ വിളിച്ചിരുന്നു, ഒരു റീൽ ചെയ്യാൻ വേണ്ടി, നാടൻ പാട്ട്. അന്ന് റേണു 25 പറഞ്ഞാണ്. ആ പറഞ്ഞിരിക്കുന്ന സമയത്താണ് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഞാൻ പിരിയുന്നത്, വഴക്കൂടി പിരിയുന്നത്. അത് ഈ കാശിൻ്റെ കാര്യം പറഞ്ഞത്, കാശിൻ്റെ കേസ് പറഞ്ഞ കാര്യം റേണുൻ്റെ വർത്തമാനം കുറച്ച് ഒരു അഹങ്കാരം പിടിച്ച് വർത്തമാനം ഞാൻ അത് ചെയ്യത്തുള്ളൂ. അതെ, അത് അഹങ്കാരം പിടിച്ച വർത്തമാനം തന്നെയാ. എന്താ കാര്യം? അവൾ അഭിനയിക്കണമെങ്കിൽ അവർ ചോദിക്കുന്ന പൈസ കൊടുക്കണം. അവൾ അഭിനയിക്കണം നിങ്ങൾക്കല്ലേ നിർബന്ധം. അപ്പം നിങ്ങളുടെ ഷോർട്ട് ഫിലിമിലായാലും ആൽബത്തിലായാലും രേണുസുധി തന്നെ അഭിനയിക്കണം നിങ്ങൾ നിർബന്ധം പിടിക്കുമ്പോൾ ഇത്ര രൂപ തന്നാലേ ഞാൻ അഭിനയിക്കൂ എന്ന് നിർബന്ധം പിടിക്കാനുള്ള അവകാശവും രേണുസുധിക്കുണ്ട്. അപ്പോൾ ഇത്ര രൂപ തന്നാലേ അഭിനയിക്കൂ എന്ന് പറഞ്ഞതുകൊണ്ട് അവളൊരു അഹങ്കാരിയായി, നിഷേധിയായി, ആരെ അനുസരിക്കാത്ത ആളായി. ആ നല്ല കളിയാ, കൊള്ളാം കേട്ടാ. അപ്പോൾ അടുത്ത വീഡിയോ കണ്ടു നോക്കാം. രേണുസുധി അല്ല, രേണു പറഞ്ഞ എല്ലാം നുണയാണ്. ആ സർട്ടിഫിക്കറ്റ് എടുത്ത് കാണിക്കുന്നുണ്ടല്ലോ, അതൊക്കെ ഫേക്കാണ്. മാരേജ് സർട്ടിഫിക്കറ്റ് അങ്ങനെയൊന്നും അല്ല ഇരിക്കുന്നത്. മാരേജ് സർട്ടിഫിക്കറ്റ് എങ്ങനെ? മാരേജ് സർട്ടിഫിക്കറ്റ് ഇങ്ങനല്ല ഇരിക്കേണ്ടുന്നതാ, പിന്നെങ്ങനാ തലകുത്തിയാണ് ഇരിക്കേണ്ടുന്നത്. രജിസ്റ്റർ മാരേജ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ സർട്ടിഫിക്കറ്റ് ഇങ്ങനെ തന്നെയാണ് ഇരിക്കുന്നത്. ആ ചേട്ടൻ അറിഞ്ഞുകൊണ്ടെങ്കിൽ ചേട്ടൻ പോയെന്ന് പഠിച്ചിട്ട് വാ, എന്നിട്ട് വന്നിന്ന് ന്യായം പറയും.
അത് കൊള്ളാം. സുധിച്ചേട്ടന്റെ കൂടെ കഴിഞ്ഞ് സുധിച്ചേട്ടൻ ഒരു കുഞ്ഞിനെ ജന്മം നൽകി സുധിച്ചേട്ടൻ കൂടെ കൊണ്ട് നടന്ന് ആയാലും TV ഷോയിലായാലും തന്റെ ഭാര്യയാണെന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തിയ സുധിച്ചേട്ടൻ ഇല്ലാത്ത പ്രശ്നമാണോ താങ്കൾക്ക്? ഇതൊന്ന് കണ്ടു നോക്ക്. സുധിച്ചേട്ടൻ രേണു സുധിയും കൊണ്ട് ഫ്ലവേഴ്സ് ചാനലിൽ വന്നപ്പോൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഇതെല്ലാവരും കേട്ടും അടുത്ത കാര്യങ്ങളാ. എന്നാലും ഞാനൊന്ന് പറയുക, ഇതും കൂടെ ഒന്ന് കണ്ടു നോക്ക്. ഇതാണ് എന്റെ വാവക്കുട്ടി രേണു. ഇത് ആണ് എല്ലാരും കാണാൻ ആഗ്രഹിച്ച രാഹുൽ. ഇത് എന്റെ ഋതുക്കുട്ടൻ. രാഹുലിന്റെ കാര്യമാണ് ചേട്ടൻ മുമ്പ് പറഞ്ഞിരുന്നത് അല്ലേ? ആദ്യത്തെ എന്റെ ലൈഫ് പിന്നെ എനിക്ക് തന്നിട്ട് പോയി. ചേട്ടന്റെ ആദ്യ ഭാര്യ എനിക്ക് രണ്ടാമത് ദൈവമായിട്ട് കൊണ്ടുവന്നതാണ് എന്റെ വാവക്കുട്ടി. ആദ്യത്തെ റിലേഷൻഷിപ്പിലുള്ള മോനാണ് അതെ രാഹുൽ. അല്ല, ഇത് പറയുന്ന പുള്ളിക്കാരിക്ക് ഇഷ്ടമല്ല. കാരണം പുള്ളിക്കാരിയുടെ മൂത്ത മോനാ ഇത്. ഒരാണ് ഒരു പെണ്ണിനെ ചേർത്ത് നിർത്തി ഇത് എന്റെ ഭാര്യയും എന്റെ കുഞ്ഞുമാണ് എന്ന് പറയുന്നതിനെക്കാട്ട് വലിയ സർട്ടിഫിക്കറ്റ് ഒന്നും വേറെ ആരും കൊടുക്കണ്ട. അവള് കല്യാണം കഴിഞ്ഞ് സുധിച്ചേട്ടൻ മരിക്കുന്നത് വരെ സുധിച്ചേട്ടന്റെ ഭാര്യയായിട്ട് തന്നെയാണ് ജീവിച്ചത്. അവളെ കയ്യിൽ ഇരിക്കുന്നത് സുധിച്ചേട്ടന്റെ കുഞ്ഞു തന്നെയാണ്. ഓക്കെ, ഇനി ഈ വീഡിയോ ഒന്ന് കാണാം. സുധിയേട്ടൻ്റെ ഇതിപ്പം മൂന്നത്തെയാണ്. വീണയെ കുറിച്ച് അറിയാം. വീണ എനിക്ക് പറഞ്ഞിട്ടുള്ളൂ, പുള്ളിക്കാരെ നേരത്തെ ഞാൻ കണ്ടിട്ടില്ല. പറഞ്ഞിട്ടുണ്ട് ചേട്ടൻ. വീണ കേസ് പറഞ്ഞിട്ടുണ്ട്. വീണ വെച്ചാൽ സത്യം വീണ എല്ലാം കഴിച്ചിട്ടുള്ളത് ഒഫീഷ്യലി കഴിച്ചിട്ടുള്ളത്. രേണുസുതി അല്ല, രേണു പറഞ്ഞ എല്ലാം നുണയാണ്. മനസ്സിലായല്ലോ. ഇങ്ങനെ എന്തോന്ന് പറയുന്നതെന്ന് ദൈവത്തിന് പോലും അറിയാൻ വയ്യ. എന്നിട്ട് പോലും പറയുന്ന മൊത്തവും കള്ളത്തരം. വീണ എസ് പിള്ള എന്ന് പറയുന്ന ഒരു വ്യക്തി അയാൾ നേരിട്ട് പോലും കണ്ടിട്ടില്ല, എനിക്ക് അറിഞ്ഞുകൂടാന്ന് പറഞ്ഞിട്ട് ആ പറഞ്ഞ് തീരുന്നതിന് മുന്നേ പറയുന്നത് സൂചിച്ചേട്ടൻ നിയമപരമായിട്ട് കല്യാണം കഴിച്ചത് വീണയാണ്, അത് അയാൾക്ക് അറിയാമെന്ന്. ഇപ്പം ഇതിൽ തന്നെ മനസ്സിലാക്കി ഇവിടെയും വാ തുറന്ന ഞൊണയല്ലാതെ വേറെ ഒന്നും പറയത്തില്ലെന്ന്. എൻ്റെ പൊന്നോ കഷ്ടം. ഇനി ഈ വീഡിയോ ഒന്ന് കാണാം. നല്ലൊരു ഇതായിട്ടാണ് വന്നത്. നല്ല കാര്യങ്ങൾ പറയും. നല്ല വീട്ടിലുള്ള ഒരു മച്ച വിളിക്കും, എന്നെ വിളിക്കും. അത് തന്നെയാണ് അവർ ചെയ്ത തെറ്റ്. തന്നെ പോലെയുള്ളതിനെയൊക്കെ വീട്ടിനകത്ത് അടുപ്പിച്ചതാണ് അവർ ചെയ്ത തെറ്റ്. അങ്ങനെ അടുപ്പിച്ചത് കൊണ്ടാണല്ലോ അവരിപ്പോൾ ഇങ്ങനെ പഴി കേൾക്കേണ്ടി വരുന്നത്. അപ്പോൾ തന്നെ ഇരുത്തേണ്ടടുത്ത് തന്നെ ഇരുത്താത്തത് കൊണ്ടാണ് അവരിപ്പോൾ ഇങ്ങനെയൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്നത് എന്ന് അർത്ഥം. ഇനി ഇതൊന്ന് കാണാം. അതൊരു പള്ളിയിൽ പോയ സമയത്ത് മോൻ കരഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് പൈസ വേണം, അവൻ ടോയ്സ് മേടിക്കണം എന്നൊക്കെ പറഞ്ഞ് ഞാൻ പൈസ അയച്ചു കൊടുത്തു. അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ആ ഫാമിലി മൊത്തം എന്നെ അറിയാം. പിന്നെ അവരാരും വെളിയിൽ പറയത്തില്ല. കാര്യം എന്നൊരു കാര്യമില്ല, വെളിയിൽ ഞാൻ ഉണ്ട് സുധീരനെ പോലെ. അപ്പോൾ സുധീരൻ ഞാൻ ഒരുമിച്ച് നിൽക്കണം. സുധീരൻ പിന്നെ എന്ത് ആവശ്യം വന്നാലും ഉടനെ കോണ്ടാക്ട് ചെയ്യാനും ഉടനെ വിളിച്ചു ചോദിക്കാനും ഇയാൾ കുബേരനല്ലേ, ചോദിക്കുന്നു ഉടനെ പൈസ ഇട്ട് കൊടുക്കാൻ. ഇല്ല എന്ന് പറയുന്നില്ല, കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ വിശദവിവരം ഈ ഒരു ചെറിയ രണ്ട് പാർട്ടുകളുണ്ട്. അതുകൂടെ കഴിഞ്ഞിട്ട് വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞു തരാം. ഇനി ഇതൊന്ന് കണ്ടു നോക്കാം. രണ്ട് മോ എന്നെ വീട്ടിലാണ്, ഞാൻ കരച്ചിലായിരുന്നു. അപ്പം തന്നെ വിളിച്ചു അപ്പോൾ റേണു പറയും അച്ഛൻ വണ്ടി ഇടിച്ച് മരിച്ചു, അച്ഛൻ്റെ ഫ്രണ്ടാണെന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തായിരുന്നു. പിന്നെ അന്ന് വൈകുന്നേരം തന്നെ വിളിക്കായിരുന്നു, അമ്മ വിളിക്കുന്നായിരുന്നു. റേണു വിളിച്ച് മോൻ്റെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് സത്യം കേട്ടാ. ആ ഗ്യാപ്പിൽ കയറിപ്പറ്റാൻ നോക്കിയ ചേട്ടന് വേണ്ടത്ര സ്പേസ് അവിടെ കിട്ടിയില്ല. അതാണ് ഈ വീഡിയോ ഇടുന്നതിൻ്റെ എല്ലാത്തിൻ്റെയും പ്രശ്നം. തോന്നുന്നറിയാവോ, ഈ പുതുമഴ പെയ്യുന്ന സമയത്ത് നമ്മുടെ ഈ അയ്യത്തും പറമ്പിലും ഒക്കെ കൂൺ മുളച്ച് കയറുമല്ലോ, കൂൺ. അപ്പം അതിനകത്ത് നല്ല കൂണുമുണ്ട്, വിഷമുള്ള കൂണുമുണ്ട്, കഴിക്കാൻ പറ്റുന്ന തരത്തിലുള്ള. പക്ഷേ വിഷമുള്ളതായാലും നല്ലതായാലും കൂണിന് ആയുസ് വളരെ കുറവാണ്. അതുപോലെ തന്നെയാണ് ഇപ്പം ഈ സോഷ്യൽ മീഡിയയിൽ വന്ന് രേണുവിനെ തെറി പറയുന്നതും എനിക്ക് അത് തരാനുണ്ട് ഇത് തരാനുണ്ട് അവൾ അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറയുന്നവരുടെ എല്ലാവരുടെ അവസ്ഥ. ഇപ്പോൾ ഒത്തിരി പേരുടെ അനുഭവങ്ങൾ നമുക്ക് നേരിട്ട് അറിയാം. ദൈവം ശിക്ഷ കൊടുത്തുകൊണ്ടിരിക്കുന്നത് നേരിട്ട് നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അപ്പോൾ കൂടുതൽ കിടന്ന് നെഗളിക്കാതെ കുറച്ചൊക്കെ എല്ലാവരും ഒന്ന് ഒതുങ്ങിയൊക്കെ നിന്നാൽ ദൈവത്തിൻ്റെ ഭാഗത്തു നിന്ന് കിട്ടുന്ന ശിക്ഷയ്ക്ക് ഒരു ചെറിയ ഇളവ് കിട്ടും. അത്രേ എനിക്ക് പറയാനുള്ളൂ. പിന്നെ ഈ രതീഷ് എന്ന് പറയുന്ന വ്യക്തി ഇപ്പം ഈ വീഡിയോ ഇടുന്നതിന് മുമ്പേ എനിക്ക് പരിചയമുണ്ടെന്ന് പറഞ്ഞാൽ നേരിട്ട് കണ്ടിട്ടില്ല, ആൾ എങ്ങനെ ഇരിക്കുന്ന പോലും എനിക്ക് അറിയത്തില്ലായിരുന്നു. ഇയാൾ ഒരു കോർഡിനേറ്ററാണ്. അപ്പം ഞാനൊരു ആർട്ടിസ്റ്റാണ്. അപ്പോൾ ഞാൻ പല ഗ്രൂപ്പിൽ ഈ കാസ്റ്റിംഗ് കോൾ വരുമ്പോഴത്തേക്ക് ഫോട്ടോയും ബയോഡേറ്റയൊക്കെ നമ്മൾ അയച്ചു കൊടുക്കും. അങ്ങനെ അങ്ങോട്ട് എൻ്റെ നമ്പർ ഇദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് അങ്ങനെ കാസ്റ്റിംഗ് കോളൊക്കെ എനിക്ക് അയച്ചു തരും. പറ്റുന്നതൊക്കെ ആണെങ്കിൽ ഞാൻ ഫോട്ടോ അയച്ചു കൊടുത്ത് റിപ്ലൈ കൊടുക്കും. അപ്പോൾ ഒരു ദിവസം ഇങ്ങനെ രേണുസുധിയായിട്ടുള്ള ഈ ഫോട്ടോ ഒക്കെ ഇട്ട് യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒക്കെ ഇട്ട് കണ്ടുകൊണ്ട് എൻ്റെ അടുത്ത് ചോദിച്ചു, രേണുസുധിയുടെ ഫ്രണ്ട്സ് അല്ലേ താൻ, എനിക്ക് രേണുസുധി ഇച്ചിരി പൈസ തരാനുണ്ട്, അത് പറഞ്ഞൊന്ന് മേടിച്ചു തരണമെന്ന് പറഞ്ഞു. അപ്പം ചെയ്തമില്ലാത്ത ഉപകാരമല്ലേ. അപ്പം ഇങ്ങനെ നമ്മുടെ അടുത്ത് പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ രേണുവിൻ്റെ അടുത്ത് പറഞ്ഞു, രേണു ഇന്നൊരാൾ നീ പൈസ കൊടുക്കാനുണ്ടെന്ന് പറഞ്ഞ് ചോദിച്ച് അത് ഉണ്ടെങ്കിൽ ഞാൻ കൊടുക്കാൻ പറഞ്ഞെന്ന് പറഞ്ഞു. അപ്പോൾ രേണുവിനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല, സുധിച്ചേട്ടൻ്റെ നമ്പറായിരുന്നു ഉണ്ടായിരുന്നു, അതിൽ നിന്ന് കിട്ടുന്നില്ലെന്നാണ് ഇയാൾ പറഞ്ഞ റീസൺ.
അപ്പോൾ രേണുസുതി പറഞ്ഞ് ആ ചേച്ചി പണ്ട് ഇത് കണക്ക് കുഞ്ഞിന് സുധിച്ചേട്ടൻ മരിച്ചതിന് ശേഷം അവരെ വീട്ടിൽ ചെന്ന് കൊച്ചിനെ അങ്ങോട്ട് സ്നാക്സ് മേടിക്കാനായിട്ട് 500 രൂപ കൈ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അയാൾ തന്നെ അത് പറഞ്ഞല്ലോ, ടോയ്സിന് വേണ്ടി കരഞ്ഞപ്പോൾ അയാൾ പൈസ കൊടുത്തെന്ന്. 500 രൂപ കൊടുത്തിട്ടുണ്ട് ചേച്ചി. പിന്നെ അല്ലാതെ ഹോസ്പിറ്റൽ കേസിന് അങ്ങോട്ട് 1000 രൂപ ഞാൻ മേടിച്ചു. അങ്ങനെ 1500 രൂപ കൊടുക്കാനുണ്ട്. അതിൻ്റെ പിന്നെ ഗൂഗിൾ പേ നമ്പർ ഇട്ട് തരാൻ പറഞ്ഞാൽ ഞാൻ ചേച്ചിക്ക് അയച്ചു തരാൻ പൈസ, ചേച്ചി അതങ്ങ് അയച്ചു കൊടുക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഇതേ കണക്ക് അയാളടുത്ത് പറഞ്ഞപ്പം ഒരു തരത്തിൽ കേൾക്കത്തില്ല, അയാൾക്ക് 4000 രൂപ കൊടുക്കാനുണ്ടെന്ന് പറഞ്ഞ് തട്ടേ നിന്ന്. അന്നേരം ഞാൻ പറഞ്ഞു അങ്ങനെ ഉണ്ടെങ്കിൽ അയച്ചു കൊടുത്ത സ്ക്രീൻഷോട്ടൊക്കെ കാണുമല്ലോ, ആ സ്ക്രീൻഷോട്ട് എനിക്ക് അയച്ചതാ, ഞാൻ ഒക്കെ അയച്ചു കൊടുക്കാന്ന് പറഞ്ഞു. അപ്പം ആ ഒരു രേഖയില്ല. പിന്നെ ബാങ്ക് ഡീറ്റെയിൽസ്, 1 വർഷത്തെ ബാങ്ക് ഡീറ്റെയിൽസ് എടുത്തുകൊണ്ട് തന്നെ നമുക്ക് ഭ്രാന്താ. അതിലിരുന്ന് ഇങ്ങനെ ചിരിഞ്ഞ് ആലോചിച്ച് ഇതിനകത്ത് ഏതൊക്കെയാണെന്ന് കണ്ടുപിടിക്കാൻ എനിക്കതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു കറക്റ്റായിട്ടുള്ള ഗൂഗിൾ പേയുടെ ഇതിട്ടുക ഞാൻ അയച്ചു കൊടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ രേണുസുതി തർക്കിച്ച് പറഞ്ഞു ചേച്ചി 4000 കൊടുക്കാനുള്ള എൻ്റെ കുഞ്ഞിന് സ്നാക്സ് കൊടുത്ത പൈസയാണ് അയാൾ ചോദിക്കുന്നത്, അത് ഞാൻ തിരിച്ചു കൊടുക്കാം. നാണമില്ല, കുഞ്ഞുങ്ങൾക്ക് കൊടുത്തിട്ട് തിരിച്ചു ചോദിക്കുന്ന ഒരു മനുഷ്യൻ്റെ പൈസ അമ്മക്ക് എന്തിനും തിരിച്ചു കൊടുക്കാൻ ചേച്ചി എന്ന് പറഞ്ഞു. അപ്പോൾ ഇയാൾ ഇത് കൂട്ടി പറഞ്ഞുകൊണ്ടാണ് അവൾ കൊടുക്കത്തില്ലെന്ന് പറഞ്ഞത്. അതിനുശേഷം ഞാൻ ഇതേ കണക്കിന് അയാൾക്ക് പറഞ്ഞു 4000 തരാനില്ലെന്ന് പറഞ്ഞു, 1500 രൂപ ഉണ്ട് അത് തരാമെന്ന് പറഞ്ഞു, അത് വേണമെങ്കിൽ ഞാൻ മേടിച്ചു തരാമെന്ന്. ഇയാൾ വലിയ മാന്യനായിട്ട് സോഷ്യൽ മീഡിയയുടെ മുമ്പിൽ വന്നിരുന്നു, രേണുസുതി അങ്ങനെയാണ്, രേണുസുതി ഇങ്ങനെയാണ്, രേണുസുതിക്ക് ഭർത്താവായിട്ട് സ്നേഹമേ ഇല്ലായിരുന്നു, അയാളെ ഇഷ്ടമല്ലായിരുന്നു, ഇവനെ ആയിരുന്നു ഇഷ്ടമില്ലാത്തതുകൊണ്ട് പോകുന്നിടത്തെല്ലാം പിന്നെ സുധിച്ചേട്ടൻ രേണുവിനെ നെഞ്ചോട് ചേർത്ത് കൊണ്ടുപോയത്. പ്രോഗ്രാം സ്ഥലത്തായാലും സോഷ്യൽ മീഡിയയിലായാലും എല്ലായിടത്തും തൻ്റെ ഭാര്യ എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തിയിട്ടുള്ള വ്യക്തി രേണുസുതി തന്നെയാണ്. അപ്പം ഇവൻ എൻ്റെ വാട്സപ്പിൽ പുഴുത്തെന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യർ ഇങ്ങനെ വിളിക്കാത്ത പുഴുത്ത ചീത്തയാണ് എനിക്ക് മെസ്സേജ് അയച്ചത്, അവൾക്ക് അയച്ചു കൊടുക്കുന്നു പറഞ്ഞുകൊണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇമാതിരി ചെറ്റത്തരത്തിലുള്ള ചീത്തയും പറഞ്ഞുകൊണ്ട് മേലിൽ എൻ്റെ വാട്സപ്പിനകത്ത് തൻ്റെ ഒരു മെസ്സേജ് വന്ന് പോരുമെന്ന് പറഞ്ഞു. ഞാൻ തിരിച്ച് റിപ്ലൈ ഇട്ട്. അപ്പം അത് സത്യം പറഞ്ഞാൽ അത് എൻ്റെ സ്ക്രീൻ എല്ലാം കിടപ്പുണ്ട്, വാട്സപ്പിൽ കിടപ്പുണ്ട്, അത് നിങ്ങളെ കാണിക്കാൻ എനിക്കൊരു ബുദ്ധിമുട്ടുണ്ട്. എന്നാലും അതിനകത്തുള്ള ഒരു ഭാഗം, ഒരു വേർഡ് മാത്രം ഞാൻ ഇതിനകത്ത് കാണിക്കാം. അപ്പോൾ ഇയാൾ പറയുന്നു രേണുസുതി വെച്ച് എന്ത് ചെയ്താലും ഫേമസ് ആകുമെന്നുള്ളതുകൊണ്ടാണ് നമ്മളെ പിന്നെ ഇപ്പോൾ കോഴിക്കോട് ദാസേട്ടൻ ഇവിടെ വെച്ച് വീഡിയോ ചെയ്തെന്നൊക്കെ. അപ്പോൾ അത് അറിയാവുന്നതുകൊണ്ടല്ലേ അവർ വിളിച്ചത്. ഇവിടെ വെച്ച് ചെയ്താൽ ഫേമസ് ആകുമെന്ന് അറിയാവുന്നവരാണല്ലേ. ഇപ്പം ഫ്രീ ആയിട്ട് ഹെയർ എക്സ്റ്റൻഷൻ വെച്ച് കൊടുത്തിട്ട് അവളെ കുറ്റം പറയുന്നു, ഫ്രീ ആയിട്ട് മൈക്രോബ്ലീഡിങ് ചെയ്ത് കൊടുത്തിട്ട് കുറ്റം പറയുന്നു, ഗ്ലോ ഫേഷ്യൽ ചെയ്ത് കൊടുത്തിട്ട് കുറ്റം പറയുന്നു, ഉദ്ഘാടനത്തിൽ വിളിച്ചിട്ട് പറയുന്നു. അങ്ങനെ എല്ലാവർക്കും വേണ്ടി എല്ലാം ചെയ്ത് എല്ലാം റീച്ചായി കഴിഞ്ഞപ്പോൾ അവർക്ക് രേണുസുതി ആർക്കും കൊള്ളാത്ത വ്യക്തിയായി. രേണുസുതി മാത്രം നന്ദിയേട് കാണിച്ചു, ബാക്കി എല്ലാവരും നല്ല നന്ദിയാണ് ഈ കാണിച്ചുകൊണ്ടിരിക്കുന്ന മൊത്തം രേണുസുതി എടുത്ത്. ഇതിൽ കൂടുതൽ എനിക്ക് ഒന്നും സംസാരിക്കാനില്ല. മാത്രമല്ല ഇനി അടുത്തൊരു റിയാക്ഷൻ വീഡിയോ ഉണ്ട്, അത് വേറൊരു പാർട്ടിക്കിട്ടാണ്. അതിൻ്റെ ഒരു ചെറിയൊരു വീഡിയോ കൂടെ എനിക്ക് കിട്ടാനുണ്ട്. ഇന്ന് ഞാൻ ആ വീഡിയോ ഇടാമെന്ന് വിചാരിച്ചതാണ്, അത് കിട്ടിയില്ല. അത് ഉടനെ കിട്ടും. ഇന്ന് രാത്രിയെങ്കിലും ഞാൻ സംഘടിപ്പിച്ച് നാളെ ഞാൻ അതിനൊരു റിയാക്ഷൻ വീഡിയോ ഇടുന്നതായിരിക്കും. പിന്നെ നിങ്ങൾക്ക് കാണുന്ന എൻ്റെ ഫ്രണ്ട്സിന് എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ ആ കമൻറ്റ് ബോക്സിൽ ഒന്ന് പറഞ്ഞേക്കാം. ആ ലിങ്ക് ഇട്ടാലും മതി. ചേച്ചി ഇതിനൊരു റിയാക്ഷൻ വീഡിയോ ഇടണമെന്ന് പറഞ്ഞ് ലിങ്ക് ഇട്ടാൽ മതി, ഞാനത് ചെയ്തേക്കാം. ഇപ്പം ആ ഓരോരുത്തർ പറഞ്ഞ വീഡിയോകളാണ് ഞാൻ ഇട്ടുകൊണ്ടിരിക്കുന്ന എല്ലാം. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക്, കമൻറ്റ്, ഷെയർ ചെയ്യാൻ മറക്കരുത്. ഓക്കെ, അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും താങ്ക് യു.